അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, എൻ്റെ വാക്കുകൾ ചെവിക്കൊള്ളണമേ. എൻ്റെ പരിദേവനങ്ങൾ മനസ്സിലാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ വാക്കുകൾ ചെവിക്കൊള്ളണമേ. എൻ്റെ പരിദേവനങ്ങൾ മനസ്സിലാക്കണമേ. എൻ്റെ രാജാവേ, എൻ്റെ ദൈവമേ, അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ നിലവിളി കേൾക്കണമേ. പുലരിയിൽ ഞാൻ ഒരുങ്ങി അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നു. പ്രഭാതത്തിൽ എന്റെ സ്വരം ശ്രവിക്കണമേ. അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. അക്രമി അങ്ങയോടത്ത് വസിക്കുകയില്ല. വമ്പ് പറയുന്നവർ അങ്ങയുടെ മുമ്പിൽ നിൽക്കുകയില്ല. അധർമ്മികളെയെല്ലാം അങ്ങ് വെറുക്കുന്നു. വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു. വഞ്ചകരെയും ഘാതകരെയും തിരസ്കരിക്കുന്നു. അങ്ങയുടെ കൃപാധിക്യത്താൽ ഞാൻ തിരുഭവനത്തിൽ പ്രവേശിക്കും. പരിശുദ്ധാലയത്തിൽ അങ്ങേ ആരാധിക്കും. കർത്താവേ, ഭക്തിയിലും നീതിയിലും എന്നെ നയിക്കണമേ. വിരോധികളിൽ നിന്നുള്ള അപകടം നിമിത്തം അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ. അവരുടെ അധരങ്ങളിൽ പരമാർത്ഥമില്ല. അവരുടെ ഉള്ളിലോ ദുഷ്ടതയാകുന്നു. അങ്ങയിൽ ശരണപ്പെടുന്നവർ ആനന്ദിക്കും. അവർ അങ്ങേ എന്നേക്കും സ്തുതിക്കും. അങ്ങ് അവരിൽ വസിക്കുകയും ചെയ്യും. തിരുനാമം സ്നേഹിക്കുന്നവരെല്ലാം അങ്ങേ ശക്തി പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ അങ്ങ് നീതിനിഷ്ഠരെ അനുഗ്രഹിക്കും. കർത്താവേ, പരിശ കൊണ്ടെന്ന പോലെ അങ്ങ് എന്നെ സംരക്ഷിക്കണമേ. കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുതേ. ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. കർത്താവേ, രോഗിയായി എന്നിൽ കനിയണമേ. എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്നെ സുഖപ്പെടുത്തണമേ. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, അങ്ങ് എത്രത്തോളം വൈകും. കർത്താവേ, എന്റെ നേരെ തിരിഞ്ഞ്
എനിക്ക് മോചനം നൽകണമേ. അങ്ങയുടെ കൃപയാൽ എന്നെ രക്ഷിക്കണമേ. മരണത്തിൽ ആര് അങ്ങേ സ്മരിക്കും? ശിയോലിൽ ആര് അങ്ങേ സ്തുതിക്കും? നെടുവീർപ്പുകളാൽ ഞാൻ തളർന്നു, രാത്രി തോറും കണ്ണുനീരുകൊണ്ട് തലയിണ നനച്ചു. ദുഃഖത്താൽ എന്റെ കണ്ണ് കലങ്ങി, ശത്രുക്കൾ നിമിത്തം ഞാൻ ഭയന്നു. അധർമ്മികളെ, നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. കർത്താവ് എന്റെ നിലവിളി ശ്രവിച്ചിരിക്കുന്നു. അവിടുന്ന് എന്റെ യാചന ചെവിക്കൊണ്ടിരിക്കുന്നു, എന്റെ പ്രാർത്ഥന സ്വീകരിച്ചിരിക്കുന്നു. എന്റെ വൈരികളെല്ലാം ലജ്ജിതരാകും, അവർ ചിതറിക്കപ്പെടും, പിന്തിരിഞ്ഞോടുകയും അതിവേഗം നശിക്കുകയും ചെയ്യും. എന്റെ ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ ശരണപ്പെട്ടു. എന്നെ രക്ഷിക്കണമേ, മർദ്ദകരിൽ നിന്ന് മോചിക്കണമേ. സിംഹത്തെ പോലെ അവർ എന്നെ ചീന്തിക്കളയും, എന്നെ രക്ഷിക്കാനും മോചിക്കാനും ആരുമില്ലാതെയാകും. ദൈവമായ കർത്താവേ, ഞാൻ തിന്മ പ്രവർത്തിച്ചെങ്കിൽ, എന്റെ കൈകൾ പാപക്കറ പുരണ്ടതെങ്കിൽ, ശത്രു എന്നെ പിന്തുടർന്ന് പിടികൂടട്ടെ. തിന്മ ചെയ്തവരോട് ഞാൻ പകരം ചോദിച്ചെങ്കിൽ, അവർ എന്നെ തറയിലിട്ട് മെതിച്ചുകൊള്ളട്ടെ. വിരോധിയെ അകാരണമായി ദ്രോഹിച്ചെങ്കിൽ, എന്റെ അഭിമാനം അവർ പൂഴിയിൽ ആഴ്ത്തട്ടെ. കർത്താവേ, കോപത്തോടെ എഴുന്നേൽക്കണമേ, ശത്രുക്കളെ കീഴ്പ്പെടുത്തണമേ, എനിക്ക് നീതി നടത്തി തരണമേ. ജനതകളുടെ കൂട്ടം അങ്ങേ ചുറ്റി നിൽക്കട്ടെ, അവർക്ക് മേലുന്നതത്തിൽ അങ്ങ് ഉപവിഷ്ടനാകണമേ. കർത്താവ് ജനതകളെ വിധിക്കുന്നു, എന്റെ നീതിനിഷ്ഠയ്ക്കും നിഷ്കളങ്കതയ്ക്കും ഒത്തവിധം എന്നെയും വിധിക്കണമേ. നീതിമാനായ ദൈവമേ, മനസ്സ് ഹൃദയവും പരിശോധിക്കുന്നവനെ, ദുഷ്ടരുടെ തിന്മ അവസാനിപ്പിക്കണമേ, ധാർമ്മികരെ ഉറപ്പിച്ചു നിർത്തണമേ. നീതിമാനായ ദൈവം എന്നെ സംരക്ഷിക്കുന്നു, പരമാർത്ഥ ഹൃദയരെ അവിടുന്ന് രക്ഷിക്കുന്നു. ദൈവം നീതിയുള്ള ന്യായാധിപനാകുന്നു, അവിടുന്ന് എപ്പോഴും കോപിക്കുന്നില്ല. ദുഷ്ടൻ പിന്മാറുന്നില്ലെങ്കിൽ ദൈവം വാളിന് മൂർച്ച കൂട്ടും, തന്റെ വില്ല് കുലയ്ക്കുകയും ചെയ്യും. അവിടുന്ന് ക്രോധത്തിന്റെ ആയുധങ്ങൾ സജ്ജമാക്കുന്നു, തന്റെ അസ്ത്രങ്ങൾ അഗ്നിമയമാക്കുന്നു. ദുഷ്ടൻ അധർമ്മവുമായി സംഗമിക്കുന്നു, തിന്മയെ ഗർഭം ധരിച്ച് വ്യാജത്തെ പ്രസവിക്കുന്നു. അവൻ ആഴമേറിയ കുഴി കുഴിക്കുന്നു, അവൻ തന്നെ അതിൽ വീഴുന്നു. അവന്റെ ദുഷ്ടത സ്വന്തം തലയിൽ പതിക്കും, അതിക്രമം നിറുകയിലേക്ക് ഇറങ്ങും. എന്റെ നീതിക്കൊത്ത വിധം കർത്താവിനെ ഞാൻ സ്തുതിക്കും, അത്യുന്നതനെ പാടിപ്പുകഴ്ത്തും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. അവർ കെണിയൊരുക്കി മനുഷ്യരെ കുടുക്കിലാക്കുന്നു, തിന്മ നിറഞ്ഞവയാം ജീവിത ചെയ്തികളാൽ കിളികളൊരുക്കരുതേ മാനവനൊരു നാളും. എന്നാത്മാവേ അപരനെ നീ തെറ്റിൽ വീഴ്ത്തരുതേ. ഇടർച്ചകൾ മൂലം ലോകത്തിന്റെ സ്ഥിതി എത്ര ദയനീയം. സോദരവൃന്ദത്തെ പാപികളാക്കിയവർ ഭീകരവിധി നേടും അന്തിമ വിധി നാളിൽ. ദുഷ്പ്രേരണയാം പാപങ്ങൾ ചെയ്യരുതൊരു നാളും. അവൻ നമ്മുടെ ചിന്തകളെ കുറ്റം വിധിക്കുന്നു, അഗ്നിജ്വാലകളിൽ പീഡകളേൽക്കാതെ രക്ഷവരിച്ചിടാൻ അനുതാപികളാകാം. ഹീനതയേറും ചിന്തകളെ ദൂരയകറ്റിടാം.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹൃദയരഹസ്യങ്ങൾ പരിശോധിപ്പവനെ, സർവം പാലിക്കും ഉന്നത രാജാവേ. ബലഹീനതകൾ കാണും നീ, ഇവരിൽ കനിയണമേ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ, പരിപാലനമാം കോട്ടകളാൽ ദാസരെ നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ. അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ. സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങേ സ്തുതിക്കുകയും മനുഷ്യരങ്ങേ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങേ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. വിശുദ്ധ പൗലോശ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല. ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. ദൈവത്തെപ്പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരായതിനു ശേഷം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുകയാണ്. നിങ്ങൾ കൺമുൻപിലുള്ളത് കാണുക. ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ ഞങ്ങളും അവനെപ്പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിൽ എനിക്ക് ലജ്ജിക്കാനില്ല. നിങ്ങളെ പടുത്തുയർത്തുവാനാണ്, നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത്. ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായിട്ട് എന്നെ നിങ്ങൾ കണക്കാക്കരുത്. എന്തെന്നാൽ ചിലർ പറയുന്നു, അവൻ്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ്. എന്നാൽ അവൻ്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലേശാത്തതുമാണ്. അകലെയായിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നത് തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഇക്കൂട്ടർ ധരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.